ഒരു മുസ്ലിം തന്റെ കുടുംബത്തെ ഏറ്റവും ബുദ്ധിപരമായിട്ടും യുക്തിദീക്ഷയോടുകൂടെയും വളരെ സ്നേഹത്തോടുകൂടെയും ചേർത്ത് പിടിച്ച് കൊണ്ടുപോവാണ്. എങ്ങനെ കൊണ്ടുപോകുന്നത്? വെറും ഭൗതികമായിട്ടുള്ള ആസ്വാദനങ്ങൾ മാത്രമല്ല, മറിച്ച് ഈ കുടുംബത്തെ സ്വർഗത്തിലേക്ക് നയിക്കാൻ ഇണകൾ പരസ്പരം നിസ്കരിക്കണം, ഒരുമിച്ചിരുന്ന് ദീന് പഠിക്കണം, അല്ലെ? രണ്ടുപേരും, ഒരാൾ ഉറങ്ങുകയാണെങ്കിൽ മറ്റൊരാൾ വെള്ളം തെളിച്ച് വിളിച്ചുണർത്തണം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ? നിന്നെ നോക്കിയാൽ നീ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്പുറത്ത് പറഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും ആളുകൾ, ഇപ്പൊ കുട്ടികളൊക്കെ പറയാറുണ്ട്, പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് മറ്റു റിലേഷൻഷിപ്പിലൂടെ ആകുമ്പോൾ നേരത്തെ അറിഞ്ഞു മനസ്സിലാക്കി നമുക്ക് ഒരുമിച്ച് ജീവിക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാമല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ ദീനുള്ള ഒരു ഇണയെ കിട്ടിയാൽ അതിലൂടെ നമുക്ക് കിട്ടുന്ന സന്തോഷവും സമാധാനവും സംതൃപ്തിയും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകാത്തതാണ്. കാരണം ഒരു നല്ല ഭർത്താവിലുണ്ടാകേണ്ട, ഒരു നല്ല ഭാര്യയിലുണ്ടാകേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റീസിനെ കുറിച്ചാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അത് പഠിച്ചു മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മുസ്ലിമായ, ഒരു മുഅ്മിനായ ഒരു ഇണയെ കിട്ടിയാൽ യഥാർത്ഥത്തിൽ മറ്റ് ഹറാമുകളിലൂടെയുള്ള വഴികൾ കൊണ്ട് ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഉണ്ടാവുകയില്ല. മാത്രവുമല്ല, വലിയ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് അഫയർ മാരേജ് നടത്തി അവസാനം കുറച്ച് ദിവസങ്ങളോടുകൂടെ തന്നെ അവര് പരസ്പരം പിരിയുന്ന, തർക്കിക്കുന്ന, കലഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാനും ഏറ്റവും സേഫാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഇണയാവുക എന്നുള്ളത്.